പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഓച്ചിറ അമ്പലത്തിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം 28ാം ഓണത്തിന് നിങ്ങൾക്ക് എല്ലാവരുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു രംഗം ഉണ്ടായിരുന്നു. ഓച്ചിറയിലെ ഏറ്റവും വലിയ ഉയരക്കവനായ കാലഭൈരവൻ എന്ന പറയുന്ന 1-ാം നമ്പർ നന്ദികേശൻ തകർന്നു വീഴുന്ന ഒരു രംഗം. എന്നാൽ ഈ തവണ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ച പോരായ്മകളെല്ലാം മാറ്റിയെടുത്ത് പുതുതായിട്ട് കാലഭൈരവൻ്റെ സ്ട്രക്ചർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. ഓണാട്ടുകാരുടെ ഹൃദയഭൂമിയായ ഓച്ചിറയിൽ 52 കരക്കാരോട് ചേർന്ന് ഭക്തിയോടുകൂടിയും അർപ്പണബോധത്തോടുകൂടിയും എല്ലാ വർഷവും 28ാം ഓണത്തിന് എത്തിക്കുന്ന നന്ദികേശന്മാർ ഒന്നിനൊന്നിന് മെച്ചമാണ്. അതിൽ ഏറ്റവും വലിയ ഉയരക്കവനാണ് 1-ാം നമ്പർ ഉയരക്കവനാണ് നമ്മുടെ കാലഭൈരവൻ എന്ന മേമന കരക്കാർ അണിയിച്ചുകൊണ്ട് വരുന്ന ഈ ഒരു നന്ദികേശൻ. ഇതിൻ്റെ സ്ട്രക്ചർ വർക്കുകളാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 75-80 അടിക്ക് അടുത്ത് ഉയരം ഈ ഒരു നന്ദികേശനുണ്ട്. കഴിഞ്ഞ വർഷം ഓച്ചിറ ക്ഷേത്രത്തിന് വടക്ക് വശത്ത് വെച്ചാണ് ഈ ഒരു നന്ദികേശനെ പണിത്. എന്നാൽ പണിത സ്ഥലത്തു നിന്നും ഏതാനും മീറ്റർ മുന്നോട്ട് നീങ്ങിയപ്പോൾ നന്ദികേശൻ തകർന്നു വീഴുന്ന ഒരു ദുരവസ്ഥയാണ് ഉണ്ടായത്. പക്ഷേ ഈ പ്രാവശ്യം അതെല്ലാം അതിൻ്റെ പോരായ്മകളെല്ലാം മാറ്റി ഓച്ചിറ ക്ഷേത്രത്തിന് തെക്ക് വശം, അതായത് SBI ബാങ്കിൻ്റെ തെക്ക് വശത്ത് വെച്ചാണ് ഇപ്പോൾ ഈ ഒരു നന്ദികേശനെ പുതുതായിട്ട് നിർമ്മിക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചർ വർക്കുകളും കാര്യങ്ങളാണ്. സ്നേഹതീരം എന്ന് പറയുന്ന ഈവൻസ് ആണ് ഈ ഒരു നന്ദികേശന് വേണ്ടിയുള്ള പന്തൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ സ്കഫോൾഡിങ്ങിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നന്ദികേശൻ്റെ വർക്കുകൾ പുരോഗമിക്കുന്തോറും ഇത് കാണുവാൻ നിരവധിയായ ഭക്തജനങ്ങളും അല്ലാതെയുള്ള കാഴ്ചക്കാരും നിരവധിയായ ആൾക്കാരാണ് ഇവിടെ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. കാർഷിക വിളവെടുപ്പിൻ്റെ പ്രതീകമായിട്ടാണ് ഓണാട്ടുകരക്കാർ എല്ലാ വർഷവും 28ാം ഓണത്തിന് നന്ദികേശന്മാരെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ അണിയിച്ചൊരുക്കി കൊണ്ടുവരുന്നത്. കാലഭൈരവൻ എന്ന് പറയുന്ന ഈ ഒരു നന്ദികേശന് പുറമെ ഓണാട്ടുകതിരവൻ, വജ്രതേജോമുഖൻ, വയനകംകര, പായ്ക്കുഴിക്കര, അങ്ങനെ ഒരുപാട് ഉയരക്കന്മാരായ നന്ദികേശന്മാരും ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ 28ാം ഓണത്തിന് അണിനിരങ്ങുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ 28ാം ഓണത്തിന് എത്താൻ പറ്റുന്ന ആൾക്കാർ എത്തുക. അത്രയ്ക്കും അടിപൊളി വൈബാണ് ഓച്ചിറ അമ്പലത്തിലെ 28 ഓണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഒപ്പം സപ്പോർട്ടും ചെയ്യണം. അതുവരെ പുതിയൊരു വീഡിയോയുമായി എത്തുന്നവരെ എല്ലാവർക്കും